നമ്മളേറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ക്രിസ്തുമസ് ന്യൂ ഇയർ ബമ്പർ ലോട്ടറി നറുക്കെടുപ്പ് ഫലം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒന്നാം സമ്മാനമായ 20 കോടി രൂപ XC 138455 ടിക്കറ്റ് നമ്പറിനാണ് ലഭിച്ചിരിക്കുന്നത്. കോട്ടയത്ത് എ സുദീഖ് എന്ന ലോട്ടറി ഏജന്റ് വിറ്റ ടിക്കറ്റിനാണ് സമ്മാനം. ഇപ്പോൾ തിരുവനന്തപുരത്തെ ഗോർഖി ഭവനിലെ കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ് വേദിയിലാണ് ബമ്പർ നറുക്കെടുപ്പ് പുരോഗമിക്കുന്നത്. സാരംഗ് സുധാകരനിലേക്ക്. സാരംഗ്, ഇപ്പോഴും നറുക്കെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഭാഗ്യശാലി ആരാണെന്ന് ഇതുവരെയും അറിയാൻ കഴിഞ്ഞിട്ടില്ല. XC 138455 എന്ന ടിക്കറ്റിനാണ്, അത് കോട്ടയത്ത് നിന്നാണ്, കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം, ബമ്പർ സമ്മാനം എന്ന വിവരം ലഭിച്ചിട്ടുണ്ട്. ആരാണ് ഭാഗ്യശാലി എന്നറിയണം. ഇപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്? എന്തെങ്കിലും സൂചനകളുണ്ടോ? എപ്പോൾ നറുക്കെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാകും? ഒന്നാം സമ്മാനവും രണ്ടാം സമ്മാനത്തിന്റെയും നറുക്കെടുപ്പ് നടപടിക്രമങ്ങൾ അവസാനിച്ചു കഴിഞ്ഞു. പിന്നീടുള്ള ബാക്കിയുള്ള നറുക്കെടുപ്പുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് കോട്ടയം ജില്ലയിലാണ് ഇത്തവണ ക്രിസ്മസ് പുതുവത്സര ബമ്പർ സമ്മാനം എത്തിയിരിക്കുന്നത്. പാലക്കാടിന്റെയും കൊച്ചിന്റെയൊക്കെ അവർ അപ്രമാദിത്വം അവസാനിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോട്ടയത്തേക്ക് എത്തിയിരിക്കുന്നത്. സാധാരണ രീതിയിൽ എല്ലാ ബമ്പറുകളും അടിക്കുന്നത് ഒന്നുകിൽ പാലക്കാടായിരിക്കും. പാലക്കാട് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ബമ്പറുകൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇത്തവണ കോട്ടയത്തൊക്കെയാണ് ഒന്നാം സമ്മാനം എത്തിയിരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ തോമസ് സൂചിപ്പിച്ച പോലെ തന്നെ K 5573 എന്ന നമ്പറിലെ ഏജൻസി നമ്പറിലാണ് ഇപ്പോൾ സമ്മാനാർഹനായിട്ടുള്ള വ്യക്തി ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് സമ്മാനാർഹൻ ആരാണെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. കാരണം നിമിഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഈ ഒരു ടിക്കറ്റ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ട്. അതിൽ തന്നെ എല്ലാവരും മുൻപത്തെ പോലെ ഒന്നാം സമ്മാനം ലഭിച്ചിരുന്ന ആൾക്കാർ പെട്ടെന്ന് തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിലോ പൊതുമധ്യത്തിലേക്കോ വരുന്നൊരു സാഹചര്യമില്ല. കഴിഞ്ഞ തവണ തിരുവോണം നമ്പറിലടക്കം അതീവ രഹസ്യമായിട്ടായിരുന്നു ഒന്നാം സമ്മാനം ലഭിച്ച ആൾ ബാങ്കിലേക്ക് എത്തുകയും തുടർന്നാണ് ആരാണ് ഈ ഒരു സമ്മാനാർഹൻ അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഇപ്പോൾ അറിയാൻ കഴിയുന്ന കോട്ടയം ജില്ലയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതിപ്പോൾ ഭാഗ്യക്കുറി വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഏജൻസി നമ്പർ അടക്കം പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിനൊപ്പം തന്നെ രണ്ടാം സമ്മാനവും ലഭിച്ച നമ്പറുകൾ നമ്മളിപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് 20 കോടിയുടെ ഭാഗ്യവാൻ ഇപ്പോൾ കോട്ടയം ജില്ലയിലുണ്ട്. മറ്റ് XD സീരീസിലുള്ള 2 നമ്പറുകൾക്കാണ് രണ്ടാം സമ്മാനം ആദ്യം ലഭിച്ചിട്ടുള്ളത്. 241658 XD സീരീസിലെയും അതേ സീരീസിൽ തന്നെ 285844 നമ്പർ അടക്കം 20 പേർക്കാണ്. വലിയ സമ്മാന തുകയാണ്. ഇപ്പോൾ ന്യൂ ലക്കി സെന്റർ കാഞ്ഞിരപ്പള്ളിയിലാണ് ഇപ്പോൾ ഈ ഒരു ഒന്നാം സമ്മാനം എത്തിയിരിക്കുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാഞ്ഞിരപ്പള്ളിയാണ്, കോട്ടയം കാഞ്ഞിരപ്പള്ളിയിലെ ന്യൂ ലക്കി സെന്റർ ഏജൻസി വഴിയാണ് ഇപ്പോൾ ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്. ആരാണ് ഭാഗ്യവാൻ എന്നത് ഏജൻസി വഴിയോ അല്ലാതെയോ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഭാഗ്യവാന്മാരൊന്നും അത്ര പെട്ടെന്ന് പിടിതരുന്നൊരു സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ കോട്ടയം ജില്ലയിലാണ് ഇപ്പോൾ ഭാഗ്യവാനുള്ളത്. കേട്ടോ, അതാണ് സാധാരണഗതിയിൽ ഈ ഭാഗ്യശാലി ആരാണെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് അറിയാൻ കഴിയും. പക്ഷേ മുൻകാല അനുഭവങ്ങൾ പരിശോധിച്ചാൽ പലരും ഇത് ഒരു പൂർണ്ണമായും വെളിപ്പെടുത്താൻ ആദ്യഘട്ടത്തിൽ തയ്യാറാകില്ല. കാരണം പല രീതിയിലുള്ള ഈ വാർത്താ മാധ്യമങ്ങളിലൂടെ വാർത്ത പുറത്തു വന്നാൽ അത് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് പോലും പലരും ആശങ്കപ്പെടാറുണ്ട്. സ്വാഭാവികമായും അല്പസമയത്തിനകം തന്നെ ഭാഗ്യശാലി ആരാണെന്നറിയാം. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വിറ്റ ലോട്ടറിക്കാണ് ഒന്നാം സമ്മാനം എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. 2026, അതായത് ഈ വർഷത്തെ ആദ്യ ഭാഗ്യശാലി ആരാണെന്ന് അറിയാൻ ഇനി ഏതാനും നിമിഷത്തെ മാത്രം കാത്തിരിപ്പാണ്. ഇപ്പോൾ ടിക്കറ്റ്, അതായത് XC 138455 ടിക്കറ്റ് നമ്പറിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്. എല്ലാ ബമ്പർ ടിക്കറ്റുകളെയും പോലെ ക്രിസ്മസ് ബമ്പർ ടിക്കറ്റ് വിൽപ്പനയിലും ഇത്തവണ റെക്കോർഡ് പിറന്നു. ഇത്തവണ പാലക്കാട് ജില്ലയിലായിരുന്നു ഉയർന്ന തോതിൽ വിൽപ്പന നടന്നത്. 2ാം സ്ഥാനത്ത് തൃശ്ശൂർ ജില്ലയും 3ാം സ്ഥാനത്ത് തിരുവനന്തപുരം ജില്ലയുമാണ്. ലോട്ടറിയുടെ സമ്മാനം 5000 രൂപയിൽ താഴെയാണെങ്കിൽ കേരളത്തിലുള്ള ഏത് ലോട്ടറി കടയിൽ നിന്നും തുക കരസ്ഥമാക്കാം. 5000 രൂപയിലും കൂടുതലാണെങ്കിൽ ടിക്കറ്റും ID പ്രൂഫും സർക്കാർ ലോട്ടറി ഓഫീസിലോ ബാങ്കിലോ ഏൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. വിജയികൾ സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഫലം നോക്കി ഉറപ്പുവരുത്തുകയും 30 ദിവസത്തിനകം സമ്മാനാർഹമായ ലോട്ടറി ടിക്കറ്റ് സമർപ്പിക്കേണ്ടതുമാണ്. സാരംഗിലേക്ക്. സാരംഗ്, എന്തായാലും ഇനി അറിയേണ്ടത് ഭാഗ്യശാലി ആരാണെന്ന് മാത്രമാണ്. നമ്മുടെ പ്രതിനിധി, കോട്ടയത്തു നിന്നുള്ള പ്രതിനിധി G. ശ്രീജിത്ത് അല്പസമയത്തിനകം ചേരും. ശ്രീജിത്ത് അവിടേക്ക് തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ മറ്റ് സമ്മാനങ്ങൾ, അതായത് രണ്ടാം സമ്മാനം G. ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്,
എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? കാരണം കുറേ ദിവസങ്ങളായിട്ടുള്ളൊരു കാത്തിരിപ്പാണ്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനമെന്ന് വ്യക്തമായിട്ടുണ്ട്. ആ ഏജന്റുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമുക്കറിയാം, ഇതിന് മുൻപത്തെ സമയങ്ങളിൽ നമുക്ക് ഏജന്റുമാരെ കണ്ടെത്താൻ കഴിയുമെങ്കിലും ഭാഗ്യശാലിയെ കണ്ടെത്തുക അത്ര എളുപ്പമല്ല. കാരണം ഇവർ ടിക്കറ്റ്, ഈ നറുക്കെടുപ്പ് സമ്മാനമടിച്ച ടിക്കറ്റ് അത് ബാങ്കിലോ മറ്റോ ഏൽപ്പിച്ച ശേഷമായിരിക്കും അതിൻ്റെ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. സ്വാഭാവികമായി ഇത്തവണയും അത് തന്നെ പ്രതീക്ഷിക്കാം. ആർക്കാണ് ആ ഭാഗ്യം അടിച്ചിരിക്കുന്നത്? കാഞ്ഞിരപ്പള്ളി സ്വദേശിക്ക് തന്നെയാണോ, അതോ ഇതിനു മുൻപ് സാധാരണ കേരളത്തിൽ വന്ന് ഈ ഭാഗ്യക്കുറി എടുത്ത് കോടികൾ സമ്മാനമടിച്ച ഇതര സംസ്ഥാനക്കാരുണ്ട്, ഇനി കേരളത്തിന് പുറത്തുനിന്നുള്ളവരാണോ? അതാണ് ഇനി അറിയേണ്ടത്. അതിനുള്ള കാത്തിരിപ്പാണ്. ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, എന്താണ് വിവരങ്ങൾ? നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഉടൻ അറിയാമോ എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം ഈ കാലത്ത് പലരും ഇത് വെളിപ്പെടുത്താറിരിക്കുന്ന സാഹചര്യം പോലും നമ്മൾ കണ്ടതാണ്. എന്തായാലും കാഞ്ഞിരപ്പള്ളിയിലെ ടൗണിൽ തന്നെയുള്ള ന്യൂ ലക്കി സെന്റർ വിറ്റ ടിക്കറ്റാണ്. ചില്ലറയായി പല ആളുകൾ വഴിയൊക്കെ കൊടുത്ത് വിൽക്കുന്ന ടിക്കറ്റാണ് ഇത് എന്നാണ് ഈ അല്പസമയം മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ ഇതിന്റെ ഏജന്റ് സുദീഖ് വ്യക്തമാക്കിയത്. ആരാണ്, എവിടെ നിന്ന് മേടിച്ചതാണ്, ഇതൊന്നും ഇനിയും വ്യക്തമാകേണ്ടതുണ്ട്. അതിന് കൂടുതൽ സമയങ്ങൾ തന്നെ എടുത്തേക്കും എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും കാഞ്ഞിരപ്പള്ളിയിലെ ന്യൂ ലക്കി സെന്റർ, ടൗണിൽ തന്നെയുള്ള ന്യൂ ലക്കി സെന്ററിൽ നിന്ന് വിറ്റ ടിക്കറ്റിനാണ് ഇത്തവണ എന്തായാലും ക്രിസ്മസ് ബമ്പർ അടിച്ചിരിക്കുന്നത്. യെസ്, ശ്രീജിത്ത്, ഈ ഏജന്റുമായി, കാഞ്ഞിരപ്പള്ളിയിലെ ഏജന്റുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇത് എവിടെ നിന്നുള്ളവരായിരിക്കും? കാരണം സാധാരണ കാഞ്ഞിരപ്പള്ളി എന്ന് പറയുമ്പോൾ നമുക്ക് ഇടുക്കി അല്ലെങ്കിൽ കുമളി അതല്ലെങ്കിൽ മറ്റ് തമിഴ്നാടിൻ്റെ അതിർത്തി പ്രദേശത്തു നിന്നൊക്കെ ഒരുപക്ഷെ ആളുകൾ വന്ന് അവിടെ ടിക്കറ്റ് എടുക്കാനുള്ള സാധ്യതയുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും നിരവധി ആളുകൾ കേരളത്തിലേക്ക് വരുന്നത്, അതായത് കുമളി വഴി വരുന്നത് ഈ കാഞ്ഞിരപ്പള്ളിയിലൂടെയാണ്. സ്വാഭാവികമായും അയൽ സംസ്ഥാനക്കാർ ഈ ഭാഗ്യവാനാകാം, അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളി സ്വദേശികളാകാം, അതല്ലെങ്കിൽ മറ്റു പ്രദേശത്തു നിന്നുള്ളവരാകാം. ഇതാരാണെന്നാണ് അറിയേണ്ടത്. അതിൻ്റെ ഒരു ആകാംക്ഷയാണ് ഉള്ളത്. കാരണം രണ്ടാം സമ്മാനം 1 കോടി രൂപ 20 പേർക്ക്, മൂന്നാം സമ്മാനം 4ാം സമ്മാനമൊക്കെ ഉണ്ട്. 5000 രൂപയിൽ താഴെ സമ്മാനം വരെ ഉണ്ട്. പക്ഷേ അറിയേണ്ടത്, കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.